കൺസ്ട്രക്റ്റിവിസ്റ്റ് സ്ട്രാറ്റജീനകത്തെ അടുത്ത പോയിൻ്റാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ലേണിങ്ങിനെ നമ്മൾ പ്രചോദിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ബ്രെയിനെ എത്രത്തോളം നമുക്ക് ഐക്യു ഉണ്ട്, അല്ലെങ്കിൽ ആ ബ്രെയിനിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിക്ക് അനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പം ഇതിനെയാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ഈസ് എൻ അപ്രോച്ച് ടു ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് ന്യൂറോ സയൻസ്. ന്യൂറോ സയൻസിൻ്റെ ഫൈൻഡിങ്സിനനുസരിച്ചിട്ടാണ് ഈ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫൈൻഡിങ്സ് ഓഫ് ന്യൂറോ സയൻസ് വിത്ത് റിഗാർഡ് ടു ഹൗ ദ ബ്രെയിൻ പ്രോസസ്സസ്, ഇൻ്റർപ്രറ്റ് ആൻഡ് സ്റ്റോർസ് ഇൻഫർമേഷൻ ഈസ് അപ്ലൈഡ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേണിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇൻഫർമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ, എത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് അതിന് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, എത്ര നാളാണ്, ഏത് തരത്തിലുള്ള മെമ്മറിയാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ലേണിംഗ് ഈസി ആക്കാൻ പറ്റും. ഇറ്റ് എംഫസൈസസ് ഹൗ ദ ബ്രെയിൻ ലേൺസ് നാച്ചുറലി. അപ്പം കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു എംഫസൈസ് കൊടുക്കുന്നത് എങ്ങനെയാണ് ബ്രെയിൻ നാച്ചുറലി ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ്. നമ്മൾ പറയാറില്ലേ, കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും, അങ്ങനെ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പോൾ സിനിമകൾ കണ്ടിരുന്ന നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കറക്റ്റായിട്ട് മനസ്സിൽ നിൽക്കും, പതിയും. അതുകൊണ്ടാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സൊക്കെ കുട്ടികളുടെ മുമ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ മനസ്സിലാക്കിക്കൊണ്ട് ലേണിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് it is based on what we presently know about the actual structure and function of the human brain at different developmental stages. അപ്പോൾ പല വയസ്സുകളിലും പല ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളിലും ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ബ്രെയിൻ എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് കൊടുത്താൽ എങ്ങനത്തെയൊക്കെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ബ്രെയിൻ ഫ്രണ്ട്ലി ടെക്നിക്സ് ദാറ്റ് പ്രൊവൈഡ് എ ബയോളജിക്കലി ഡ്രിവൻ ഫ്രെയിംവർക്ക് ഫോർ ക്രിയേറ്റിംഗ് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ന്യൂറോ സയൻസ് ഹാസ് ഡിസ്കവേർഡ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് ഇമോഷൻസ് ഇൻ ലേണിംഗ്. ഇമോഷൻസ് interact with the reason to support or inhibit learning. How the students feel in the classroom determines the amount of attention they devote to. Positive emotions such as love, excitement, enthusiasm, and joy enhance the ability to process information. Negative emotions such as stress, fear, threat, etc. impede ലേണിംഗ്. അപ്പം ഇത് മനസ്സിലായല്ലോ, ഇമോഷനും പഠിത്തവും തമ്മിൽ നല്ലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട്, ഫാമിലിയിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം, അവർക്കൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് കൊടുക്കണം, കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും കുട്ടികൾക്ക് പഠനം വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലായത്? അത് ഈ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് ബ്രെയിനിനെ പറ്റി നമ്മൾ പഠിച്ചു, എങ്ങനത്തെ സിറ്റുവേഷനിലാണ് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അവർ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സന്തോഷത്തിലിരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനത്തെ എൻവയോൺമെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് ക്ലാസ് റൂമുകളിൽ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വടിയൊക്കെ ഉപേക്ഷിച്ചതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. Learning is the expansion of natural knowledge. Natural knowledge is what we use to make sense of our lives. Kane point out that there are three conditions essential for complex learning to occur. There are relaxed alertness, orchestrated immersion, and active processing. These conditions are interactive and mutually supportive. Okay, അപ്പോൾ നമ്മൾ റിലാക്സ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം, അലേർട്ട്നെസ് കൊടുക്കണം, ദെൻ ഓർക്കസ്ട്രേറ്റഡ് ഇമേർഷൻ കൊടുക്കണം, ആൻഡ് ആക്റ്റീവ് പ്രോസസ്സിങ്. ഇത് ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഒരു നമ്മളുടെ ഒരു ടൈം വേണം എല്ലാത്തിനും, ഒരു കൃത്യമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഓരോന്നും പഠിത്തം വരുന്നതിനൊരു സമയമുണ്ട്. അതാണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും കൊടുക്കില്ല. രാവിലെയാണ് നമ്മൾ അങ്ങനത്തെയൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ബ്രെയിൻ ബേസ്ഡ്, മനസ്സിലേക്ക് എങ്ങനെ കുട്ടികൾക്ക് വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ റിലാക്സ്ഡ് അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇംപ്ലൈസ് എൻ optimal state of mind characterized by low threat and high challenge. A relaxed atmosphere is facilitated maintaining a highly challenging environment. All students are accepted with their various learning styles, capabilities, and disabilities. Children maximize their intellectual abilities in a teaching atmosphere that is supportive, comfortable, and non-threatening. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കുക. നമ്മൾ വടിയും കൊണ്ട് പോകുമ്പം, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ചോദ്യപേപ്പറിൻ്റെ ആൻസർ ഷീറ്റ് കൊണ്ടുവരുന്ന ദിവസമൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ മിടിക്കുന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ഒന്നും കൊടുക്കാതെ അവർക്ക് എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് റിലാക്സ്ഡ് അലേർട്ട്നെസ് എന്ന്
ഉള്ള പോയിന്റിൽ വരുന്നത് കേട്ടോ. ദെൻ ഓർക്കസ്ട്രേറ്റഡ് ഇമേഴ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ഹെൽപ്പിംഗ് ദ ലേണേഴ്സ് ഇമേഴ്സ് ഇൻ മൾട്ടിപ്പിൾ ആൻഡ് ഒതൻറ്റിക് എക്സ്പീരിയൻസസ്. ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് ദാറ്റ് ഇമേഴ്സ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് ഓർക്കസ്ട്രേറ്റഡ് ഇമേഴ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ലേണിംഗ് എൻവയോൺമെൻറ്റ് നല്ലതായിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാം. ദെൻ ആക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിൻ്റാണ്. ഇറ്റ് ഇംപ്ലൈസ് ആക്യുറേറ്റ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ സോ ആസ് ടു മേക്ക് ലേണിംഗ് മീനിങ് ഫുൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു നോളേജ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ലേണിങ്ങിനൊരു മീനിങ് ഫുൾനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കളിയും ചിരിയും ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യം കൃത്യമായിട്ട് അവരെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ദ ലേണർ കൺസോളിഡേറ്റ്സ് ആൻഡ് internalizes information by actively processing it. Information is intentionally connected to prior learning. അപ്പം അവരുടെ യഥാർത്ഥത്തിലുള്ള എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനുള്ളിലേക്ക് ഇൻറ്റേർണലൈസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടാണോ അവർക്ക് പാസ് ചെയ്ത് എത്തുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് എക്സ്പാൻഷൻ ഓഫ് നാച്ചുറൽ നോളേജ്. ഇറ്റ് ഷിഫ്റ്റ്സ് ദ ഫോക്കസ് ടു ദ ലേണിംഗ് പ്രോസസ്. ഇമോഷൻ ഈസ് ക്രിട്ടിക്കൽ ടു ലേണിംഗ്. നോയിങ് ഹൗ ദ ബ്രെയിൻ വർക്ക്സ് എൻഹാൻസസ് വൺസ് ലേണിംഗ്. ഇറ്റ് കൺസിഡേഴ്സ് how the brain learns naturally. Each person's learning is different. It immerses learners in rich and varied experiences. Relaxed atmosphere facilitates learning. Challenging atmosphere enhances learning. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതുപോലെ നമ്മുടെ ഒരു കൃത്യമായിട്ടൊരു നാച്ചുറലായിട്ടുള്ള നോളേജിൻ്റെ എക്സ്പാൻഷനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ്സ് ദ ഫോക്കസ് ടു ദ ലേണിംഗ് പ്രോസസ്സ്. പിന്നെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ ശോകമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനൊന്നും തോന്നത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നില്ല. ദെൻ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരാളെ പഠിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നാച്ചുറലി ബ്രെയിൻ പഠിക്കുകയാണെന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെയും ലേണിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുക. പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് പല എക്സ്പീരിയൻസിലൂടെ അവരെ കൊണ്ടുപോകുക. റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഓക്കെ, ഇനി അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിങ്ങൾ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്താണെന്നത് വിശദീകരിക്കും. ജസ്റ്റ് ആ ഹെഡിങ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേട്ടോ. ഒന്നാമത്തെ എഴുതി വെച്ചോളൂ. ബ്രെയിൻ ഈസ് എ പാരലൽ പ്രോസസ്സർ. ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഡീൽസ് വിത്ത് സെവറൽ സ്റ്റിമുലൈ അറ്റ് ടൈം. ഒരേ സമയത്ത് പല കാര്യങ്ങളും ബ്രെയിൻ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചോ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ ടി വിയും കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നുണ്ട്. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ പലയിടത്തും നമ്മളങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോകുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു പാരലൽ പ്രോസസ്സറാണ്. തോട്ട്സ്, ഇൻറ്റ്യൂഷൻസ് ആൻഡ് ഇമോഷൻസ് ഓപ്പറേറ്റ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് അതർ മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇവിടെ വരുന്നൊരു പോയിൻ്റാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഏകാഗ്രമായിട്ട് നമുക്ക് ഇരിക്കാൻ ഉള്ളൊരു അവസരം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനിങ് അനുസരിച്ച് നമുക്കത് കിട്ടണമെന്നില്ല. അപ്പോൾ ബ്രെയിൻ ഈസ് എ പാരലൽ പ്രോസസ്സർ എന്നുള്ളത് സമാന്തരമായിട്ട് പല പ്രോസസ്സിങ്ങും അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആൻഡ് ലേണിംഗ് എൻഗേജസ് ദ എൻറ്റയർ ഫിസിയോളജി. ലേണിംഗ് എന്ന് പറയുന്നത് ദിസ് മീൻസ് ദാറ്റ് ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ ചൈൽഡ് അഫക്ട്സ് ദ ബ്രെയിൻ. സോ ഡു മൂഡ്സ് ഫാറ്റിക് വിൽ അഫക്ട് ദ ബ്രെയിൻസ് മെമ്മറി. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വിശന്നിരുന്നു കഴിഞ്ഞാൽ പഠിത്തമൊന്നും വരത്തില്ല. അതേപോലെ തന്നെ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിത്തം വരത്തില്ല. അപ്പം കുട്ടികളുടെ ഒരു ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യം എന്ന് പറയുന്നതും പഠിത്തത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ദെൻ ദ സെർച്ച് ഫോർ മീനിങ് ഈസ് ഇന്നേറ്റ്. എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കണ്ടെത്തി എന്നുവെച്ചാൽ എന്താണ് സത്യം എന്ന് സത്യത്തെ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ പഠനം എന്ന് പറയുന്നത്, അല്ലേ? ദിസ് മീൻസ് ദാറ്റ് വി ആർ നാച്ചുറലി പ്രോഗ്രാം ടു സെർച്ച് ഫോർ മീനിങ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ എന്താണ് ഹാപ്പിനെസ്, എന്താണ് ഹാപ്പിനെസ്സിന് വേണ്ടി കിട്ടാൻ പറ്റുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അല്ലേ? And people's thirst for novelty, discovery and challenge may be satisfied. Learning materials need to be exciting and meaningful. അപ്പം എല്ലാവരുടെയും ജന്മസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ട്രൂത്തിനെ അന്വേഷിച്ച് പോവുക എന്നുള്ളത്. എന്ത് കാര്യത്തിനെയും നമ്മളൊക്കെ ഒരു അന്വേഷികളാണ്. അപ്പം അതിനെ ഫുൾഫിൽ ചെയ്യുന്ന, അതിനെയൊക്കെ നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസും അർത്ഥവത്തായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസും നമുക്ക് കിട്ടിയിരിക്കണം. Then the search for meaning occurs through patterning. Patterning refers to the organization and categorization of information. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ പാറ്റേൺ ആയിട്ട് വെക്കുകയാണെങ്കിലാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. അത് നമുക്കറിയാം. ഇങ്ങനെ ശ്രേണിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ കോൺസെപ്റ്റ് മാപ്പിംഗ് ഒക്കെ പോലെ തന്നെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് വേണം. വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എന്താ മനസ്സിലാവില്ല. The brain resists when meaningless patterns such as isolated
ആൻഡ് അൺറിലേറ്റഡ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ ഇമ്പോസ്ഡ് അപ്പോൺ ഇറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞില്ലേ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് വേണം പഠിപ്പിക്കാൻ എന്നുള്ളത്. ഒന്നിനെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കരുതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണത്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നോളേജിനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ ബ്രെയിനിന് കഴിയില്ല. പക്ഷേ നേരത്തെ ഉള്ളൊരു നോളേജുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു നോളേജാണ് പുതിയതായിട്ട് വരുന്നതെങ്കിൽ ബ്രെയിൻ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ദ സെർച്ച് ഫോർ മീനിങ് ഒക്കേഴ്സ് ത്രൂ പാറ്റേണിങ് എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ സീക്വൻഷ്യലായിട്ട് വേണം പഠിപ്പിക്കാൻ. ഓക്കെ. ആൻഡ് ഇമോഷൻസ് ആർ ക്രിട്ടിക്കൽ ടു പാറ്റേണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് ബ്രെയിനിൽ ഇമോഷൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം കൊഗ്നീഷൻ. ബ്രെയിനിന് അറിയില്ല ഇമോഷൻ ഏതാണ് കൊഗ്നീഷൻ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ വികാരങ്ങളും വിചാരങ്ങളും വിസ്ഫോടനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. എവറിത്തിങ് ഹാസ് സം ഇമോഷൻസ് ടു ഇറ്റ്. ഇമോഷൻസ് ആർ വാട്ട് മോട്ടിവേറ്റ് അസ് ടു ലേൺ ടു ആൻഡ് ടു ക്രിയേറ്റ്. യഥാർത്ഥത്തിൽ ഇമോഷൻസ് കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും അതിന് പിന്നിലൊരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷനും വളരെ ക്രിട്ടിക്കലാണ് പാറ്റേണിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അടുത്തത് ബ്രെയിൻ സൈമൾട്ടേനിയസ്ലി പെർസീവ്സ് ആൻഡ് ക്രിയേറ്റ്സ് പാർട്സ് ആൻഡ് ഹോൾസ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ലേണേഴ്സ് നീഡ് ടു യൂസ് ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ഓഫ് ദ ബ്രെയിൻ. ദ ഹോൾ ബ്രെയിൻ സ്ട്രാറ്റജീസ് ആർ നീഡഡ്. ദ ബ്രെയിൻ പ്രോസസ്സസ് പാർട്സ് ആൻഡ് ഹോൾസ് സൈമൾട്ടേനിയസ്ലി. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഭാഗികമായിട്ടേ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഭാഗങ്ങൾ ഹെമിസ്ഫിയേഴ്സ് മുഴുവനും വർക്ക് ചെയ്യുന്നുണ്ട് ബ്രെയിനിൻ്റെത്. അപ്പോൾ പാർട്ട് മുതൽ ഹോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടും ഹോളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീക്വൻസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പാറ്റേണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബ്രെയിനിൽ അടുക്കി വെക്കാൻ പറ്റും. ബ്രെയിനിലൊരു കൺഫ്യൂഷൻ വരില്ല. ദെൻ ലേണിംഗ് ഇൻവോൾവ്സ് ബോത്ത് ഫോക്കസ്ഡ് അറ്റൻഷൻ ആൻഡ് പെരിഫറൽ പെർസെപ്ഷൻ. ലേണിംഗ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ലേൺ ഫ്രം എവറിത്തിങ്. എന്ത് മുന്നിൽ കണ്ടു കഴിഞ്ഞാലും കുട്ടികൾ അതിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. ദേ അബ്സോർബ് ദെയർ എക്സ്പീരിയൻസസ്. ലേണിംഗ് വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ആഫ്റ്റർവാർഡ്സ് ഫെയ്ഡ് ആൻഡ് വാനിഷസ്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടേ നമ്മളത് ഉപയോഗിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പതുക്കെ നമ്മുടെ തലച്ചോറിൽ നിന്ന് അങ്ങനെ വാനിഷ് ചെയ്ത് പോകും. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമേ വരത്തില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു മെയിൻ സബ്ജക്റ്റ് പഠിച്ച് നമ്മൾ അങ്ങനെ അതുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പഴയ പഠിച്ചിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളൊക്കെ നമുക്ക് അങ്ങനെ മറന്നു പോകും. ഇപ്പം തന്നെ നമുക്കറിയാം അല്ലേ? ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്സ് ഒന്നും വലിയ പിടി ഉണ്ടാവില്ല. നമ്മളിത് മറന്നു പോകും. അപ്പം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബ്രെയിനിൽ നിന്ന് അതങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ വെൻ ദെയർ നോളേജ് ഈസ് യൂസ്ഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലോ ബ്രെയിൻ അവിടെ തന്നെ അതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. Then learning always involves conscious and unconscious processes. Learning എന്ന് പറയുന്നത് we learn much more than consciously understand. Signals can enter the brain without our awareness. ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമൊന്നുമല്ല ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് ഇത്രയും സെൻസസ് ഇല്ലേ? അപ്പോൾ ടച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മീനിങ് ഓഫൺ ഹാപ്പൻസ് intuitively in ways that we do not understand. So we use both conscious and unconscious processes while learning. അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ഈ ലേണിങ്ങിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമുക്കറിയാം, രാത്രിയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നമുക്കറിയില്ല ഇത് എവിടുന്ന നമ്മൾ ഈ ഒരു സ്വപ്നം കാണാനുള്ള കാരണം എന്താ. ചിലപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളൊരു സിനിമേനകത്ത് എന്തെങ്കിലും സീക്വൻസ് നമ്മളെ തലച്ചോറിൽ അത് അങ്ങനെ പ്രിൻറ്റഡ് ആയിട്ട് വന്നതായിരിക്കാം. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്വപ്നം പോലെ അത് കാണുന്നതായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺഷ്യസും അൺകോൺഷ്യസും ആണ് എന്ന് മനസ്സിലാക്കാം. ദെൻ വി ഹാവ് അറ്റ്ലീസ്റ്റ് 2 types of memory. നമുക്ക് 2 തരത്തിലുള്ള മെമ്മറിയെങ്കിലും ഏറ്റവും മിനിമം ഉണ്ടായിരിക്കും. ദ സ്പേഷ്യൽ മെമ്മറി സിസ്റ്റം ഡസ് നോട്ട് നീഡ് റിഹേഴ്സൽ ആൻഡ് അലൗസ് ഫോർ ഇൻസ്റ്റന്റ് മെമ്മറി ഓഫ് എക്സ്പീരിയൻസസ്. ഇൻ ദ റോട്ട് ലേണിംഗ് സിസ്റ്റം ദ മെമ്മറൈസ്ഡ് ഇൻഫർമേഷൻ കനോട്ട് ബി യൂസ്ഡ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇമാജിനേഷൻ. ഓക്കെ, കാണാപ്പാഠം പഠിക്കുന്നതിന് ആയിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് 2 രീതിയിലെങ്കിലും മിനിമം ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റീവായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കണം എന്ന് നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ലേ? കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത് എന്തിനാണത്? ആ മനസ്സിലാക്കലിലാണ് ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത്. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ നമ്മളങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ചിന്തിക്കാൻ അവിടെ കഴിയില്ല. അപ്പം അത് ആലോചിക്കണം. ദ ലേണിംഗ് ഈസ് എൻഹാൻസ്ഡ് ബൈ ചാലഞ്ച് ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ ത്രെറ്റ്. The environment should be highly challenging. It facilitates improved learning. നല്ലൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഉണ്ടായിരിക്കും. ചിൽഡ്രൻ നീഡ് മോർ സ്റ്റെബിലിറ്റി ഇൻ ദ ക്ലാസ് റൂം. റെസ്റ്റ് ഇൻ ദ ബേസിസ് ഓഫ് എഫക്റ്റീവ് ആക്ടിവിറ്റി. ത്രെറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ്. ഓക്കെ, അവർക്ക് ഭയപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല, ചാലഞ്ചിങ് ആയിട്ട് അവർക്കൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് അവർക്കൊരു പുതിയ കാര്യം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അത്
അവരെ പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കരുത്. ആൻഡ് ഈച്ച് ബ്രെയിൻ ഈസ് യുണീക്ക്. ഓരോ ബ്രെയിനും യുണീക്കാണ്. ദിസ് ഇംപ്ലൈസ് യുണീക്ക് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് വേസ് ഓഫ് പാറ്റേണിംഗ്. വി ഹാവ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. വി നീഡ് ടു നോ ദാറ്റ് ഹൗ വി ലേൺ ആൻഡ് ഹൗ വി പെർസീവ് ദ വേൾഡ് ആൻഡ് ദാറ്റ് മെൻ ആൻഡ് വിമൻ സീ ദ വേൾഡ് ഡിഫറെൻ്റ്ലി. അത് ഒരുപാടൊന്നും അറിയണ്ട. ഈച്ച് ബ്രെയിൻ ഈസ് യുണീക്ക്. ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് അടുത്തത്, ദ ബ്രെയിൻ ഈസ് എ കോംപ്ലക്സ് അഡാപ്റ്റീവ് സിസ്റ്റം. ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് സിസ്റ്റമാണ്. ബ്രെയിൻ ക്യാൻ ബെസ്റ്റ് അഡ്ജസ്റ്റ് ടു എൻവയോൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ ബ്രെയിനിന് കഴിയും. ഇറ്റ് ഫങ്ഷൻസ് കൺസിഡറിങ് ദ സിറ്റുവേഷൻസ് വി എൻഗേജിങ്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ബ്രെയിൻ പിന്നെ വർക്ക് ചെയ്യുക. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചറിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നില്ലേ, അതിന് നമ്മളെ സഹായിക്കുന്ന ബ്രെയിനാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന വേറൊരു കൾച്ചറാണ്. ആ ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ലേണിംഗ് ഈസ് ഡെവലപ്മെൻറ്റൽ. ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ്. ലേണിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡെവലപ്മെൻറ്റൽ. ഇറ്റ് ഈസ് ഓൾവേസ് പ്രോഗ്രസീവ്. എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുരോഗതിയിലേക്കുള്ളൊരു പാതയാണ് യഥാർത്ഥത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ അസസ്മെൻറ്റ് ഇൻ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്. ഇനി അസസ്മെൻറ്റ്, ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങിനകത്ത് അസസ്മെൻ്റ് ആണ് പറയുന്നത് കേട്ടോ. Brain-based learning believes in exposing students to multiple methods of assessment. Portfolio is better to be maintained as it facilitates improvement through reflection and self-assessment. Portfolio helps teachers, parents and students. അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പോർട്ട്ഫോളിയോ ആണ് ഈ അസസ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുട്ടി ചേരുന്ന അന്ന് മുതൽ അവസാനം വരെയുള്ള അവൻ്റെ ആ ഒരു പ്രോഗ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു റെക്കോർഡിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. See the progress of learning over time. Both the verbal and written self-assessment are to be done. Interdisciplinary and across curricular projects are realistic assessment tools. Demonstration can also be used as assessment. അപ്പോൾ പല രീതിയിലുള്ള അസസ്മെൻറ്റ്സ് ആണ് പറയുന്നത്. വെർബൽ ആൻഡ് റിട്ടൺ ആയിട്ടുള്ള സെൽഫ് അസസ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രോസ് കരിക്കുലർ പ്രോജക്ട്സ് ഉപയോഗിക്കാൻ പറ്റും. റിയലിസ്റ്റിക് അസസ്മെൻറ്റ് ടൂൾസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡെമോൺസ്ട്രേഷൻ ഓൾസോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്തെ ഈ ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഇറ്റ് ക്രിയേറ്റ്സ് മോർ എഫക്റ്റീവ് ലേണിംഗ്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് റിച്ച് ആൻഡ് വാരിഡ് എക്സ്പീരിയൻസസ് ടു ദ ലേണേഴ്സ്. ഇറ്റ് പ്രിഫേഴ്സ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ടു റോട്ട് ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് സ്ട്രെസ് ഫ്രീ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഗിവ്സ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഇറ്റ് അഡോപ്റ്റ്സ് മൾട്ടി സെൻസറി അപ്രോച്ച്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈസി ലേണിംഗ്. ലേണിംഗ് വളരെ ഈസി ആക്കി തീർക്കുന്നു. നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ എങ്ങനെയാണ് ബ്രെയിൻ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വെറുതെ കാണാപ്പാടം പഠിക്കുന്നതിനല്ല. പിന്നെ പല വാരീഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലേണേഴ്സിന് കിട്ടുന്നുണ്ട്. ദെൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്രീ ലേണിംഗ് എൻവയോൺമെൻറ്റ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. പിന്നെ മൾട്ടി സെൻസറി, പല സെൻസുകൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സും ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഡ്രില്ല് കൊടുക്കുന്നത്, അവരുടെ ഫിസിക്കലായിട്ടുള്ള അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് പ്രെയർ എന്ന് വെച്ചാൽ നമ്മൾ അസംബ്ലി, ഇതെല്ലാം ഈ ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട, അവർക്ക് കലോത്സവങ്ങൾ നടത്തുന്നത്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുന്നത്, ഇതെല്ലാം ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ്. ഓക്കെ. അപ്പം ഇതാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്. ഓക്കെ.